നമസ്കാരം. ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനുള്ള നീക്കം സജീവമായിരിക്കവേ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധത്തിന്റെ നിലവിലെ ഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നെതന്യാഹു പറയുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയെ നേരിടാൻ കൂടുതൽ സൈനികരെ വടക്കൻ അതിർത്തിയിലേക്ക് അയക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയതായും നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന് അവസാനമില്ലെന്നും നെതന്യാഹുവിനെ അനുകൂലിക്കുന്ന ചാനലായ ചാനൽ 14 നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗാസ നഗരമായ റഫയിൽ സൈന്യം നിലവിലെ കരയാക്രമണം പൂർത്തിയാക്കാനിരിക്കെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് അർത്ഥമാക്കേണ്ടതില്ല. എന്നാൽ ഗാസയിൽ കുറച്ച് സൈനികരെ മാത്രമേ ആവശ്യമുള്ളൂവെന്നും ഹിസ്ബുള്ളയെ നേരിടാൻ സൈന്യത്തെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ സേനകളിൽ ചിലതിനെ വടക്കോട്ട് മാറ്റാനുള്ള സാധ്യതയുണ്ട്. പ്രതിരോധത്തിന് വേണ്ടി ഞങ്ങളത് ചെയ്യും. ഒപ്പം 10,000-കണക്കിന് കുടിയിറക്കപ്പെട്ട ഇസ്രായേലികളെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നും നെതന്യാഹു പറയുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേൽ നീക്കം മേഖലയെ സമ്പൂർണമായി സംഘർഷത്തിലാഴ്ത്തുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. ഒക്ടോബർ 7 ആരംഭിച്ച ഗസ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയിരുന്നു. പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും തമ്മിൽ തീവ്രമായ ഏറ്റുമുട്ടലുകളാണ് നടന്നത്. ഹമാസിനേക്കാൾ ശക്തമാണ് ഹിസ്ബുള്ള. ഒരു പുതിയ യുദ്ധമുന്നണി തുറക്കുന്നത് ഇറാനിയൻ അനുകൂല സേനകളും ഇറാൻ തന്നെയും ഉൾപ്പെട്ട വ്യാപകമായ യുദ്ധത്തിന്റെ അപകട സാധ്യത ഉയർത്തുമെന്നും ഇത് അതിർത്തിയുടെ ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വൈറ്റ് ഹൗസ് വക്താവ് അമോസ് ഹോച്ച്സ്റ്റീൻ കഴിഞ്ഞയാഴ്ച ഇസ്രായേലിലെയും ലെബനനിലെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഇതെല്ലാം മറികടന്ന് പോരാട്ടം തുടരുകയാണ്. ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രായേലുമായുള്ള പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുള്ള അറിയിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് പുതിയ ആയുധങ്ങളും രഹസ്യാന്വേഷണ സന്നാഹങ്ങളും ഉണ്ടെന്നുള്ള സൂചന നൽകി ഇസ്രായേലിനകത്ത് കൂടുതൽ നിർണായക സ്ഥലങ്ങൾ ലക്ഷ്യമിടുന്നുവെന്ന് മുതിർന്ന നേതാവ് ഹസൻ നസ്രുള്ള കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. കടുത്തതല്ലാത്ത പോരാട്ടത്തിന് ഹിസ്ബുള്ള ഇതിനകം തന്നെ പുതിയ ആയുധങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രതിരോധിക്കാൻ പ്രയാസമുള്ള ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് മുന്നറിയിപ്പുകളില്ലാതെ ആക്രമിക്കുന്നു. ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികന് കഴിഞ്ഞ ദിവസം ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. എന്നാൽ തങ്ങളുടെ മുഴുശേഷിയുടെ ഒരു ചെറുഭാഗം മാത്രമേ ഹിസ്ബുള്ളയ്ക്കെതിരെ പുറത്തെടുത്തിട്ടുള്ളൂവെന്നും ഒരു യുദ്ധമുണ്ടായാൽ ലെബനൻ 2ാം ഗാസയായി മാറുമെന്നാണ് ഇസ്രായേലിന്റെ താക്കീത്. ലെബനൻ ആക്രമണത്തിനുള്ള ഒരു പുതിയ പദ്ധതി അംഗീകരിച്ചതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടിരുന്നു. അതിനിടെ ഇസ്രായേൽ ലെബനീസ് അതിർത്തി പുകയവേ ശനിയാഴ്ച റെഡ് ക്രോസിന്റെ ഗസയിലെ ഓഫീസിന് സമീപം ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഓഫീസിന് കാര്യമായ കേടുണ്ടായെന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി അറിയിച്ചു. വെള്ളിയാഴ്ച തെക്കൻ ഗസ നഗരമായ റാഫയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്കുമേൽ ബോംബിട്ട് ഇസ്രായേൽ 25 പേരെ വധിച്ചിരുന്നു. 50 പേർക്ക് പരിക്കേറ്റു. ഇവരെ റെഡ് ക്രോസിന്റെ ഫീൽഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അൽ മവാസിയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മെയ് ആദ്യം റാഫയിൽ ഇസ്രായേൽ കരയധിനിവേശം ആരംഭിച്ചതോടെ അവിടെ നിന്ന് ഒഴിഞ്ഞെത്തിയവരാണ് സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച മവാസിയിൽ കൂടാരം കെട്ടിപ്പാർക്കുന്നത്. വടക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഗസ സിറ്റിയിലും ഇസ്രായേൽ സൈന്യവും ഹമാസുകാരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. വെള്ളിയാഴ്ച ഗസ സിറ്റിയിലെ അൽ അഹ്ലി ആശുപത്രിയിൽ മാത്രം 30 മൃതദേഹങ്ങളാണ് എത്തിയത്. സൈത്തോണിൽ ഇസ്രായേൽ സേന ഹെലികോപ്റ്ററുകൾ തീ തുപ്പുകയായിരുന്നു. ഗസയിൽ ആകെ മരണം 37,431 ആയി. അതിനിടെ ലെബനനെ മറ്റൊരു ഗാസയാക്കുന്നത് ലോകത്തിന് താങ്ങാനാവില്ലെന്നും പെട്ടെന്നുള്ള പ്രകോപനം സൃഷ്ടിക്കുന്ന ദുരന്തം സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാകുമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇസ്രായേലും ലെബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ളയും പരസ്പരം ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഇത്. നന്ദി.